ഹായ്, വെൽക്കം ടു സ്നാക്ക് ബുക്ക്. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. വളരെ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കനാണ്. ഇത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കും ബാച്ചിലേഴ്സ്, ഫിൻസ്റ്റേഴ്സ് എന്നിവർക്കൊക്കെ വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഇനി നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ചില്ലി പൗഡർ ഓപ്ഷണലാണ്, ഇത് ചുമ്മാ ഒരു കളറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. ഇനി ഞാൻ 1 എഗ്ഗ് പൊട്ടിച്ച് നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം, പക്ഷേ വളരെ കുറച്ച് എമൗണ്ടിൽ ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. ബിക്കോസ് ഈ സോയാ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന കാരണം ഏകദേശം ഒരു ഉപ്പ് കാണും, എന്നാലും കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിന് ശേഷം 2 ഹീപ്ഡ് ആയിട്ടുള്ള ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ടിത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്തു. ഇനി 10 മിനിറ്റ്സ് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് അതൊന്ന് മാരിനേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത്. ഈ ഫ്രിഡ്ജിലോട്ട് വെച്ച സമയത്ത് നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ഇതിന് വേണ്ടത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം ആൻഡ് ഓണിയൻ ആണ് എടുക്കുന്നത്. ഓണിയൻ ഒരു മീഡിയം സൈസ് എടുക്കാം. ക്യാപ്സിക്കം ഞാൻ ഹാഫാണ് എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് സ്പ്രിംഗ് ഓണിയൻ കുറച്ച്, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കണക്ക് കുറച്ച് എടുത്താൽ മതി. പിന്നെ 3 ഗ്രീൻ ചില്ലി ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് അതിലേക്ക് കീറിയിട്ടാൽ മതി. ജിഞ്ചർ ആണെങ്കിൽ 1 ഇഞ്ച് ആണ് ഞാൻ എടുക്കുന്നത്. ഇത് സോ ഈ ഗാർലിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഹാഫ്, ഒരു കുഞ്ഞു ബോളിൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ചെറുതായത് കാരണം ഞാൻ ഇങ്ങനെ കുനുകുനാന്ന് തൊലിയൊന്നും എടുത്തിട്ടില്ല, ഇത് കുനുകുനാന്ന് അരിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി മെയിൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ ഈ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കോൺഫ്ലോർ എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സൈഡിൽ വെച്ചു. ഓക്കെ, നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കോരിയെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് ആദ്യത്തെ ഒരു ട്രിപ്പാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇനി അടുത്ത ട്രിപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സോസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ സമയത്ത് കുക്ക് ചെയ്യേണ്ട സമയത്ത് സോസ് ആഡ് ചെയ്താലും മതി, എന്നാലും ഒരു ബൗളിന് സോസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആൻഡ് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഓക്കെ, നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതിൽ ബാക്കിയുള്ള ഓയിൽ വെസലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്ന ഏത് വെസലാണ് അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക്കാണ്. നമ്മൾ ചില്ലി ചിക്കൻ കുക്ക് ചെയ്യുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ്. സോ പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു സാധനമാണ് ചില്ലി ചിക്കൻ. വളരെ എളുപ്പം ചെയ്യാം. ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് സവോള ആഡ് ചെയ്യാം. പച്ചമുളകും ഇതിനകത്തേക്ക് ഇടാം. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ലാസ്റ്റ് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം. ഇപ്പം നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ല ചൂടാക്കിയ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ കറി പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പൊക്കെ മതിയാവുന്ന തോന്നുന്നു. One heaped teaspoon sugar ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വിനിഗർ ആഡ് ചെയ്യാം.
ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലോർ കലക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരാനായിട്ടാണ്. അഥവാ നമുക്ക് വെള്ളം കുറഞ്ഞു പോയി അല്ലെങ്കിൽ കറിയുടെ അളവ് കുറഞ്ഞു പോയെന്ന് തോന്നിയാൽ നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല. പക്ഷെ ഇത് നമുക്ക് 2-3 മിനിറ്റ്സ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ ഇത് തയ്യാറാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.